മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മറഞ്ഞു നിന്ന് ജോലി ചെയ്തിരുന്ന സാഗരനെയാണെങ്കിൽ ഉണ്ണി കണ്ടുപിടിക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നു, നീ എന്താടാ ഇവിടെ വന്ന് ജോലി ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് നിങ്ങളുടെ സൈറ്റാണെന്ന് അറിയില്ലായിരുന്നു, ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ അറിയുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് സാഗർ. പക്ഷേ ഇതൊന്നും ഉണ്ണി വിടാൻ തയ്യാറായില്ല. അങ്ങനെ ഉണ്ണി നല്ല പൊതിരെ അടി കൊടുക്കുന്നുണ്ട് സാഗറിനെ. ആ ഉച്ച കേട്ട് അങ്ങോട്ടേക്ക് നമ്മുടെ മഹാലക്ഷ്മി എത്തുന്നുണ്ട്. എന്നിട്ട് മഹാലക്ഷ്മിയോട് ഉണ്ണി പറയുന്നുണ്ട്, നിങ്ങളും കൂടെ അറിഞ്ഞുകൊണ്ടാണല്ലോ ഇവനിവിടെ ജോലി കൊടുത്തത്. ഇവനാണെങ്കിൽ നിങ്ങളുടെ പഴയ അടുപ്പക്കാരനല്ലേ, അതുകൊണ്ട് എങ്ങനെ ഇവനെ ഉപേക്ഷിക്കാൻ പറ്റുമല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മഹാലക്ഷ്മിയെ അപമാനിക്കുന്നുണ്ട്. മഹാലക്ഷ്മി പറയുന്നുണ്ട്, നിർത്ത്, നീ ആവശ്യമില്ലാതെ നിൻ്റെ വായിൽ നിന്ന് ഓരോന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേട്ടോണ്ട് നിൽക്കാൻ എനിക്കാവില്ല, ആരാണെന്ന് ഞാൻ നോക്കില്ല എന്നെല്ലാം മഹാലക്ഷ്മി പറയുന്നുണ്ട്. സാഗറിന് ഇവിടെ ജോലി കൊടുത്തതിൽ മേസ്തിരിയെ വഴക്ക് പറയുന്നുണ്ട് നമ്മുടെ മഹാലക്ഷ്മി. എന്നിട്ട് പറയുന്നുണ്ട്, ഇയാൾക്ക് എത്ര ദിവസം ജോലി ചെയ്തോ അത്രയും ദിവസത്തെ കൂലി കൊടുത്ത് ഇയാളെ വിട്ടേക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ സാഗർ പറയുന്നുണ്ട്, ഞാൻ ഇന്നലെ മുതലാണ് ഇവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയത്, അതുകൊണ്ട് എനിക്ക് ഒരു ദിവസത്തെ ഇന്നലത്തെ ശമ്പളം കിട്ടിയായിരുന്നു, ഇന്ന് രാവിലെ ഞാൻ വന്നതേ ഉള്ളൂ, അതുകൊണ്ട് എനിക്ക് കൂടുതലൊന്നും പൈസ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് സാഗർ അവിടെ നിന്നും പോകുന്നു. ഇത് കാണുന്ന മഹാലക്ഷ്മിക്കാണെങ്കിൽ വളരെ സങ്കടമാകുന്നുണ്ട്. മഹാലക്ഷ്മിക്കാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. പിന്നീട് ഉണ്ണിയോട് പറയുന്നുണ്ട് മഹാലക്ഷ്മി, നിൻ്റെ പെങ്ങളാണെങ്കിൽ ജീവിക്കാൻ വേണ്ടി ഒരു ടെക്സ്റ്റൈൽസിൽ ജോലിക്ക് പോകുന്നുള്ള കാര്യം നിനക്കറിയുമോ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോഴേക്കും ഉണ്ണി പറയുന്നുണ്ട്, എനിക്ക് അവൾ എവിടെ പോയാലെന്ത്, അവൾ എവിടെ പോയി ജീവിച്ചാലും എനിക്ക് യാതൊരുവിധ പ്രശ്നമില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഉണ്ണി. കുടുംബത്തിന് മാനക്കേടുണ്ടാക്കി അവൾ എവിടെയും പോയി തൊലയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണി അവിടെ നിന്നും പോകുന്നു. പിന്നീട് മഹാലക്ഷ്മി ഈ കാര്യം കണ്ണനോടായിട്ട് പറയുന്നുണ്ട് സാഗറാണെങ്കിൽ കൂലിപ്പണി എടുത്തും അവളാണെങ്കിൽ ടെക്സ്റ്റൈൽസിൽ നിന്നുമാണ് അവർ ജീവിച്ചു പോകുന്നത്, ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യം മഞ്ജുവിനുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, എന്താണെങ്കിലും ജോലിക്ക് പിരിച്ചു വിടണ്ടായിരുന്നു എന്ന് പറയുന്നു. അപ്പോഴേക്കും മഹാലക്ഷ്മി പറയുന്ന, കഞ്ചാവ് കേസിൽ പ്രതിയായ ഒരുത്തനെ എങ്ങനെയാണ് ജോലിക്ക് നിർത്തുന്നത് കണ്ണേട്ട, അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് പറഞ്ഞു വിട്ടതെന്നെല്ലാം പറയുന്നുണ്ട്. പിന്നീട് സാഗർ വർക്ക് സൈറ്റിൽ വന്ന കാര്യവുമെല്ലാം ഉണ്ണിയാണെങ്കിൽ മേഘനാഥനോടായിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ മഞ്ജു ആണെങ്കിൽ ഒരു ടെക്സ്റ്റൈൽസിൽ ജോലിക്ക് പോയാണ് അവർ കുടുംബം കഴിയുന്നത്, അങ്ങനെ തെണ്ടി ജീവിക്കുകയാണ് രണ്ടുപേരും, എങ്ങനെയെങ്കിലും അവളുടെ ജോലി കളയണം എന്നെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഉണ്ണിയാണെങ്കിൽ മേഘനോട്. ഇത് കേൾക്കുന്ന മേഘനാണെങ്കിൽ അതിന് ഒരു സംശയമില്ല, അത് ഞാൻ ഉടനെ തന്നെ ചെയ്തിരിക്കുമെന്നെല്ലാം പറയുന്നുണ്ട്. മേഘേട്ടനെയും മേഘേട്ടൻ്റെ കുടുംബത്തിനെയും ഞങ്ങളുടെ കുടുംബത്തിനെയും അപമാനിച്ച് പോയ അവളെ ഒരിക്കലും സമാധാനത്തോടുകൂടി ജീവിക്കാൻ നമ്മൾ അനുവദിക്കരുത്. അവളുടെ ജോലിയും അവൻ്റെ ജോലിയും എല്ലാം എത്രയും പെട്ടെന്ന് നഷ്ടപ്പെടുത്തി തന്നെ മേഘേട്ടൻ്റെ കാൽ കീഴിൽ വന്നവൾ കിടക്കണം, അതാണ് ഞങ്ങളുടെ ആഗ്രഹമെന്നെല്ലാം ഉണ്ണി മേഘനോടായിട്ട് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന മേഘം പറയുന്നു, അവളുടെ ജോലി കളഞ്ഞ് അവനെ ജയിലിലോട്ടും അയച്ച് അവളെ എൻ്റെ കാൽ കീഴിൽ വരുത്തുക തന്നെ ഞാൻ ചെയ്യുമടാ, അതിനധികം താമസം ഇല്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മേഘനാണെങ്കിൽ മാനേജറായിട്ടിരുന്ന എനിക്ക് എല്ലാ ടെക്സ്റ്റൈൽസിലെയും എല്ലാ ജ്വല്ലറിയിലെയും മാനേജർമാരുമായിട്ട് നല്ല കമ്പനിയാണ്, അതുകൊണ്ട് അവളെ തുരുത്താൻ എനിക്ക് ഒരു പാടുമില്ലായിരിക്കും, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ അതിന് ശ്രമിക്കുമെന്നെല്ലാം മേഘൻ പറയുന്നുണ്ട്. പിന്നീട് മഞ്ജു ജോലി ചെയ്ത ടെക്സ്റ്റൈൽ ഷോപ്പിലോട്ട് പോകുന്നുണ്ട് നമ്മുടെ മേഘൻ. അവിടെ ചെല്ലുമ്പോഴേക്കും മഞ്ജുവിൻ്റെ കൂട്ടുകാരിയാണെങ്കിൽ മേഘൻ വരുന്നത് കാണുന്നുണ്ട്. അങ്ങനെ മഞ്ജുവിൻ്റെ അടുത്ത് ഓടി വന്ന് പറയുന്നുണ്ട്, ആ മേഘൻ ഇങ്ങോട്ട് വരുന്നുണ്ട് മഞ്ജു എന്ന് പറയുന്നതും മഞ്ജു ആണെങ്കിൽ പേടിച്ച് വിറയ്ക്കുന്നുണ്ട്. ഒരു തരത്തിലും ഇവൻ ഞങ്ങളെ ജീവിക്കാൻ സമ്മതിക്കില്ലല്ലോ ദൈവമേ എന്ന് പറഞ്ഞ് മഞ്ജു ആണെങ്കിൽ ഒളിച്ചു നിൽക്കുന്നുണ്ട് മേഘനെ കാണാതെ. പക്ഷേ മേഘനാണെങ്കിലാണ് മഞ്ജുവിനെ കാണാനാണ് വന്നിരിക്കുന്നതെന്ന് മഞ്ജു അറിയുന്നില്ലല്ലോ. അങ്ങനെ ഒളിഞ്ഞു നിൽക്കുന്ന മഞ്ജുവിനെ മേഘനാണെങ്കിൽ കണ്ടുപിടിക്കുന്നുണ്ട്. എടി, നീ ഇവിടെയാണോടി ഇപ്പോൾ ജോലി ചെയ്യുന്നതെന്ന് ചോദിച്ചുകൊണ്ട് മഞ്ജുവിനെ അപമാനിക്കുന്നുണ്ട്. എന്നിട്ട് ഇത് കേൾക്കുമ്പോഴേക്കും ചുറ്റുമുള്ള കസ്റ്റമേഴ്സും എല്ലാവരും ഓടിക്കൂടുന്നുണ്ട്. മേഘം പറയുന്നുണ്ട്, ഇവളാണെങ്കിൽ ഇവിടെ സെയിൽസ് ഗേളായിട്ട് മാത്രമല്ല ജോലി ചെയ്യുന്നത്, ഇവൾക്ക് ആണുങ്ങളെ കൂടെ വശത്താക്കാനുള്ള കഴിവുണ്ടെന്ന് പറയുന്നുണ്ട്. ഇവളാണെങ്കിൽ എൻ്റെ ഭാര്യയായിരുന്നു, ഇപ്പോഴാണെങ്കിൽ ഇവൾ വേറൊരുത്തനെ വിവാഹം ചെയ്ത് ഒരു കഞ്ചാവ് കേസിൽ പ്രതിയായ ഒരുത്തനെ വിവാഹം ചെയ്താണ് ഇപ്പോൾ ഇവൾ ഇവിടെ ജീവിക്കുന്നത്, അതുകൊണ്ട് ഇവൾ ഇനി ആരെ വേണമെങ്കിലും കറക്കിയെടുക്കാൻ മിടുക്കിയാണെന്നെല്ലാം പറഞ്ഞുകൊണ്ട് മഞ്ജുവിനെ അങ്ങനെയുള്ള ഇവളെ ഇവിടെ ജോലിക്ക് എടുക്കണോ വേണ്ടിയോ എന്ന് നിങ്ങൾ തീരുമാനിക്കുന്നതെല്ലാം എല്ലാവരോടായിട്ട് മേഘൻ ചോദിക്കുന്നുണ്ട്. ഇത് കേൾക്കുന്ന മഞ്ജുവിനാണെങ്കിൽ വളരെ സങ്കടവും ദേഷ്യവും എല്ലാം വരുന്നുണ്ട്. നിൻ്റെ ജോലി ഇനി ഉടനെ തന്നെ ഇവിടെ നിന്ന് മാറിക്കോളൂടി, ഇപ്പം തന്നെ നിന്നെ ഞാൻ ഇവിടെ നിന്ന് പുറത്താക്കാമെന്ന് പറഞ്ഞുകൊണ്ട് മേഘനാണെങ്കിൽ മാനേജറുടെ റൂമിലോട്ട് പോകുന്നുണ്ട്. ഇത് കാണുന്ന മഞ്ജുവിനാണെങ്കിൽ വളരെ സങ്കടമാകുന്നുണ്ട്. മഞ്ജു കൂട്ടുകാരിയോടായിട്ട് പറയുന്നുണ്ട്, ഇവനാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എന്ന് വന്നു കയറിയോ അന്ന് തുടങ്ങിയതാണ് എൻ്റെ നാശം,
ഞാനും സാഗരേട്ടനും ആർക്കും ഒരു ശല്യവുമില്ലാതെ സന്തോഷത്തോടു കൂടി ജീവിക്കുകയാണ്. ഇവരെല്ലാവരും കൂടി ആ ഒരു സന്തോഷം കൂടെ തല്ലിക്കെടുത്താനാണ് ഇപ്പോഴെൻ്റെ ജീവിതത്തിലോട്ട് വന്നിരിക്കുന്നത് എന്നെല്ലാം മാനേജറിൻ്റെ റൂമിൽ കയറിയ മേഘനാണെങ്കിൽ മാനേജറോട് പറയുന്നുണ്ട്, നിങ്ങളെല്ലാം ഒരാളുടെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിക്കാതെയാണോ ഇവിടെ ജോലിക്ക് നിർത്തുന്നത്? കഞ്ചാവ് കേസിൽ പ്രതിയായ ഒരുത്തൻ്റെ ഭാര്യയാണ് ഇപ്പോൾ നിങ്ങൾ ഇവിടെ ജോലിക്ക് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ കടയ്ക്ക് തന്നെ അതൊരു മോശമാണ്. ഇതൊന്നും അറിയാതെയാണോ ഇവിടെ എടുക്കുന്നത് ആളുകളെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മേഘനാണെങ്കിൽ മാനേജറോട് ചൂടാവുന്നുണ്ട്. ഇത് കേട്ട് ഞെട്ടി നിൽക്കുന്ന മാനേജറെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.